ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സിറിൽ ജോർജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷോമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മിഡ് റേഞ്ചറായ ഷോമിയുടെ മി 10 എന്ന് പറഞ്ഞൊരു സ്മാർട്ട് ഫോണാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയുടെ അടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇപ്പോഴത്തെ ബെൽ ബട്ടൺ കൊടുത്ത് എനേബിൾ ചെയ്യുക. അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു Mi 10i 5G എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ. ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിക് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ 6GB RAM 128GB ഒരു വേരിയന്റ് ആണിത്. അപ്പം ഇതുകൂടാതെ നമുക്ക് ബോക്സിനകത്ത് ഒരു 33 വോട്ടിന് ഒരു ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നുണ്ട്. അതുപോലെ നമുക്കൊരു ടൈപ്പ് സിയുടെ ഒരു ചാർജിങ് കേബിൾ ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ നമുക്കൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കേസും ഈ ഒരു ബോക്സിനകത്ത് തന്നെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസ് തന്നെയാണിത്. അപ്പം ആദ്യം തന്നെ ഇതിന്റെ ഒരു ഔട്ട്ലുക്ക് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതിനെ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിന്റെ ഒരു കളർ തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഇത്രയും നല്ലൊരു കളറാണ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഇത് പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ നല്ല രീതിക്ക് തന്നെ എനിക്ക് ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അത്ര നല്ലൊരു കളർ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. കാരണം നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിക് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് ഞാൻ വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഒരു 6GB RAM 128GB RAM ഉള്ള ഒരു വേരിയന്റ് ആണ്. പിന്നീട് ഇതിന്റെ ബോട്ടം ഭാഗത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പറഞ്ഞാൽ ഒരു സ്പീക്കർ മീൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൈക്രോഫോൺ സ്ലോട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഒരു ടൈപ്പ് സിയുടെ ഒരു ചാർജിങ് സ്ലോട്ടാണ് ഈ Mi 10i പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഹെഡ്ഫോൺ ജാക്കും ഈ ഒരു ഡിവൈസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അവിടെ ഇതിന്റെ സിം സ്ലോട്ട്സ് ഒക്കെ കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അതായത് ഒരു ഹൈബ്രിഡ് സ്ലോട്ടാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡുവൽ സിം അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു IR ബ്ലാസ്റ്ററും, അതായത് മിയുടെ എല്ലാ ഫോൺസിനും നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഒരു IR ബ്ലാസ്റ്ററും ഈ ഒരു ഡിവൈസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പറഞ്ഞാൽ ഒരു പവർ ബട്ടണും അതുപോലെ തന്നെ ഒരു വോളിയം ബ്രോഡ്കാസ്റ്റ് ബട്ടണും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു പവർ ബട്ടൺ എന്ന് പറഞ്ഞ് ഫിംഗർ പ്രിന്റ് സെൻസറോട് കൂടിയിട്ടുള്ള ഒരു പവർ ബട്ടണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന പറഞ്ഞാൽ ആദ്യം തന്നെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാമറയാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു റൗണ്ടഡ് ഷേപ്പിന് അകത്ത് ഒരു റൗണ്ടഡ് റെക്ടാംഗിൾ ഷേപ്പിനകത്താണ് ഈ ഒരു ക്വാഡ് ക്യാമറാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഡുവൽ ടോൺ LED ഒരു ഫ്ലാഷും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ മിയുടെ ഒരു ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ 5G എന്നുള്ള ഒരു റിട്ടേൺ ടെക്സ്റ്റും നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴേക്കും ഇതിനകത്ത് ആ ഒരു LCD ഡിസ്പ്ലേയും അതുപോലെ തന്നെ അതിനകത്ത് തന്നെ ഇൻ ഡിസ്പ്ലേ ഒരു ക്യാമറയാണ്, ഫ്രണ്ട് ക്യാമറയാണ് അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതൊരു ഡോട്ട് നോസ് പോലുള്ള ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഈ ഒരു Mi 10i നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതിന്റെ ഡിസ്പ്ലേ സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്ന പറഞ്ഞാൽ ഒരു ഫുൾ HD റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതൊരു LCD പാനൽ ഡിസ്പ്ലേ ആണ് ഈ ഒരു Mi 10i നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഒരു 120 ഹെർട്സിന്റെ ഒരു റിഫ്രഷ് റേറ്റ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ ഒരു അഡാപ്റ്റീവ് സിങ്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചറും ഈ ഒരു ഡിസ്പ്ലേക്ക് അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 30 ഹെർട്സ് തൊട്ട് 120 ഹെർട്സ് വരെ ഇങ്ങനെ ആ ഒരു ഡിസ്പ്ലേയിൽ പ്രൊവൈഡ് ചെയ്ത്, അതായത് ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് നെറ്റ്ഫ്ലിക്സിലൊക്കെ നമ്മൾ മൂവി കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 24 FPS ഓൾമോസ്റ്റ് മിക്ക എല്ലാ മൂവീസും ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും ഒരു 30 ഹെർട്സ് മാത്രമേ ആയിട്ട് ഡിസ്പ്ലേ അഡാപ്റ്റ് ചെയ്യും. അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് നമ്മുടെ ബാറ്ററി നല്ല രീതിക്ക് സേവ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഈ അഡാപ്റ്റീവ് സിങ്ക് എന്ന് പറഞ്ഞ ഫീച്ചർ. ആ ഒരു ഫീച്ചർ ഈ ഒരു ഡിസ്പ്ലേയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് LED സ്ക്രീനിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അധികം ഇങ്ങനെ LED AMOLED സ്ക്രീൻസ് ഒന്നും ആ ഒരു ടെക്നോളജി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു LCD പാനൽ ഈ ഒരു ഫോണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഇതിനകത്ത് നമുക്ക് ഒരു 450 നിറ്റ്സിന്റെ ഒരു ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ LCD സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു AMOLEDന്റെ അത്ര ഒരു കോൺട്രാസ്റ്റ് റേഷ്യോ നമുക്ക് ലഭിക്കുന്നില്ല. പിന്നീട് ഇതിന്റെ ക്യാമറ സെക്ഷനിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പറഞ്ഞ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു ഡിവൈസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്ന മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 108 മെഗാ പിക്സലിലെ f1.75 അപ്പേഴ്സ് വരുന്ന ഒരു 2.1 മാക്രോൺ സൂപ്പർ പിക്സൽസ് ഉള്ള ഒരു മെയിൻ ക്യാമറയാണ് ഈ ഒരു ഡിവൈസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്ന അതായത് വൈഡ് ആംഗിൾ ക്യാമറ എന്ന് പറയുന്നത് 8 മെഗാ പിക്സലിലെ 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള ഒരു വൈഡ് ആംഗിൾ ക്യാമറ ആണ് ഇതിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 2 മെഗാ പിക്സലിലെ ഒരു മാക്രോ ക്യാമറയും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിലെ ഒരു ഡെപ്ത് ക്യാമറയും ഈ ഒരു ഡിവൈസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
പിന്നീട് ഇതിന്റെ വീഡിയോ സെക്ഷനിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്ന പറഞ്ഞാൽ 1080p 30 fps അതുപോലെ തന്നെ 60 fps നമുക്ക് 1080p വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് 4K 30 fps വരെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ലോ മോഷൻ ആയിട്ടുള്ള 720p 120 fps അതുപോലെ 240 fps നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ 960 fps വരെ നമുക്ക് 720p നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്ലോ മോഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് 1080p 120 fps വരെ സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് നമുക്ക് ഇതിന്റെ വീഡിയോ, അതായത് കുറച്ച് എക്സ്ട്രാ ക്യാമറ മോഡ്സ് കൂടെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയി വരുന്നുണ്ട്. അത് മെയിൻ ആയിട്ടുള്ളത് പറഞ്ഞാൽ വ്ലോഗ് എന്നൊരു ഫീച്ചർ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയി വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്താൽ ട്രാവൽ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് അത് കുറച്ച് പ്രീസെറ്റുകൾ അവർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാമറയ്ക്ക് അതിന് കുറേ പ്രീസെറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് വീഡിയോസ് ഒക്കെ പെട്ടെന്ന് തന്നെ, അതായത് ഇൻസ്റ്റന്റ്ലി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡുവൽ വീഡിയോ എന്ന് പറയുന്ന ഫീച്ചറിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, അതായത് നമുക്ക് നമ്മുടെ ഫേസും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ക്യാമറയും ഫേസ് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡാണ് ഈ ഒരു ഡുവൽ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇന്റർവ്യൂ എടുക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. അപ്പം രണ്ട് ക്യാമറ യൂസ് ചെയ്യാൻ ഒരു സിംഗിൾ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്കൊരു, അതായത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുമിച്ച് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഡുവൽ വീഡിയോ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഫീച്ചർ മെയിൻലി യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് അത് ഫോട്ടോയ്ക്ക് അതിന് കുറച്ച് പ്രീസെറ്റ് മോഡ്സ് നമുക്ക് അതിന് ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ക്ലോൺ മോഡ്, അതായത് നിങ്ങൾ ഒരുപാട് ഫോട്ടോസ് ഒക്കെ ഉണ്ട് ക്ലോൺ ചെയ്ത്, അതായത് ഒരു സിംഗിൾ ആൾ തന്നെ ഇങ്ങനെ ക്ലോൺ ചെയ്തിട്ട് ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. അപ്പം ആ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റ് ചെയ്തൊക്കെയാണ് അതിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫോൺ തന്നെ നമുക്ക് ആ ഒരു മോഡ് യൂസ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് തരും. അപ്പം ഈ ഒരു മോഡ് യൂസ് ചെയ്ത് നമുക്ക് ക്ലോൺ ഫോട്ടോസ് ഒക്കെ ഇതിന്റെ ഫോട്ടോ സെക്ഷനിൽ ഞാൻ ഇതെല്ലാം ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആ ഒരു ഫോട്ടോയിൽ നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് ഈ ഒരു ഫോണിന്റെ ക്യാമറ യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ലോങ് എക്സ്പോസർ ഫോട്ടോസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടോ, അതായത് ലൈറ്റ് പെയിന്റിംഗ് ഒക്കെ അങ്ങനത്തെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ഒരു ഫോട്ടോസ് ഒക്കെ തന്നെ നമുക്ക് സാധാരണ ഫോണുകളിലൊക്കെ പറയാം മാനുവൽ മോഡിൽ നമ്മൾ അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ലോങ് എക്സ്പോസർ ഫോട്ടോസും ലൈറ്റ് പെയിന്റിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു Mi 10iലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ആ ഒരു പ്രീസെറ്റ് അത് മീക്കാർ തന്നെ ഈ ഫോണിന്റെ സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു മോഡിലോട്ട് ഇട്ടാൽ നമുക്ക് ആ ഒരു ഷോട്ട് നമുക്ക് അത്ര പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ്ലി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഇതുകൂടാതെ നമുക്ക് വേറൊരു ഫീച്ചറിനോട് ലഭിക്കുന്നത്, അതായത് ഇപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, അത് മാത്രമല്ല, അല്ലാതെ ഡോക്യുമെന്റ്സ് നിങ്ങൾ കേട്ടോ. അപ്പോൾ ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ സ്കാനേഴ്സ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഇതിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ എടുത്ത് നമുക്ക് ഒറിജിനൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എൻഹാൻസ്, ഈ ഒരു 3 മോഡിൽ നമുക്ക് ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് അവിടെ തന്നെ ക്രോപ്പ് ചെയ്ത് നമുക്ക് അയക്കാൻ സാധിക്കുന്ന ഒരു മോഡ് ഈ ഒരു ഫോണിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതിന്റെ ക്യാമറയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ AI വാട്ടർമാർക്ക് എന്ന ഫീച്ചർ നമുക്ക് അതിനകത്ത് ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, അതായത് ഇപ്പം നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്തെങ്കിലും ടൈപ്പ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതിനകത്ത് കുറേ പ്രീസെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രീസെറ്റ് എല്ലാം നമുക്ക് ഇൻസ്റ്റന്റ്ലി തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഈസ് ഓഫ് യൂസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്ര ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോയ്ക്കകത്ത് തന്നെ ടെക്സ്റ്റും അങ്ങനെ ഇതെല്ലാം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്തിട്ട് ആ ക്യാമറ തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അത് ലഭിക്കുന്നത് പറഞ്ഞാൽ f2.45 അപ്പേർച്ചർ വരുന്ന ഒരു 16 മെഗാ പിക്സലിലെ ഒരു ഡോട്ട് നോച്ചഡ് ആയിട്ടുള്ള ഒരു ഇൻ ഡിസ്പ്ലേ ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്കൊരു നൈറ്റ് മോഡ് ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ വീഡിയോ സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്കിനകത്ത് 1080p 30 fps നമുക്ക് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. ഇതുകൂടാതെ 720p 120 fps, അതായത് സ്ലോ മോഷൻ ആയിട്ടുള്ള 120 fps നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നത്. സ്ലോ മോഷൻ വീഡിയോസ് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് Mi 10i എടുത്ത കുറച്ച് ഇമേജസും വീഡിയോസും ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം.
ഇതിന്റെ സോഫ്റ്റ്വെയർ ആൻഡ് പ്രോസസ്സിംഗ് സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്ന പറഞ്ഞാൽ ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആയിട്ടുള്ള Mi 12 ആണ് നമുക്ക് ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രോസസ്സിംഗ് സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 650G എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്ന GPU എന്ന് പറയുന്നത് അഡ്രനോ 619 ഒരു GPU ആണ് ഇതിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ്. പിന്നീട് ഇതിന്റെ ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷനിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്കിതിനകത്ത് ലഭിക്കുന്ന ഒരു ബാറ്ററി എന്ന് പറയുന്നത് 4820 mAh ഒരു ബാറ്ററിയാണ് ഈ ഒരു Mi 10i നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 33 വോട്ടിന്റെ ഫാസ്റ്റ് ചാർജ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഇതുകൂടാതെ USB Type-C ഒരു ചാർജിങ് കേബിളാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു കേബിളൊക്കെ തന്നെയാണിത്. പിന്നീട് ഇതിന്റെ ഓഡിയോ സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്കിതിനകത്ത് ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു ഡിവൈസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കൊരു ഫ്രണ്ട് ഫേസിംഗ് സ്പീക്കറും അതുപോലെ തന്നെ ഒരു മെയിൻ സ്പീക്കർ നമുക്കിനകത്ത് ലഭിക്കുന്നുണ്ട്. ഈ ഒരു രണ്ട് സ്പീക്കറും അറ്റ് എ ടൈം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡോൾബി വീഡിയോസ് ഒക്കെ ഇതിനകത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിന്റെ കളർ വേരിയൻസിനെ കുറിച്ച് നോക്കുമ്പോഴേക്കും ഇതിനകത്ത് 3 കളർ വേരിയൻസ് ആണ് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിക് ബ്ലൂ എന്ന് പറഞ്ഞ ഈ ഒരു കളറും പിന്നീട് പസഫിക് സൺറൈസ് എന്ന് പറഞ്ഞൊരു കളറുണ്ട്. അതുപോലെ നമുക്കൊരു മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നൊരു കളറാണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് 3 കളർ വേരിയൻസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറേജ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ 6GB RAM 128GB RAM ഉള്ള ഒരു വേരിയന്റ് ഉണ്ട്. അതുപോലെ തന്നെ 8GB RAM 128GB ഉള്ള വേരിയന്റ് നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ സ്റ്റോറേജ് വേരിയൻസ് ആയിട്ട് അവൈലബിൾ ആണ്. പിന്നീട് ഈ ഒരു ഡിവൈസിനെ കുറിച്ച് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ HD റെസൊല്യൂഷനുള്ള ഒരു LCD സ്ക്രീനാണ് വരുന്നത്. അപ്പം LCD സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ അമോലെഡ് സ്ക്രീനിന്റെ അത്ര ഒരു ക്രിസ്പിനെസ്സും കോൺട്രാസ്റ്റ് റേഷ്യോ ഒന്നും കിട്ടത്തില്ലെങ്കിലും അത്യാവശ്യം നല്ല ഒരു LCD സ്ക്രീൻ തന്നെയാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്വാളിറ്റിയിൽ അങ്ങനെ ഒരു ലോസ് ഒന്നുമില്ല. നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 450 nits ബ്രൈറ്റ്നസ് ഒക്കെ ലഭിക്കുന്നുണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ ഇതിന്റെ സ്ക്രീനിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഇതിന്റെ ക്യാമറ വൈസ് ആ ഒരു സെക്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിന്റെ ക്യാമറയിൽ ഒരു 4 ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വൈഡ് ആംഗിൾ ഉണ്ട്, മാക്രോ അങ്ങനെ എല്ലാ ഒരു മോഡ്സിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഈ ഒരു ഡിവൈസ് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ 108 MP ആയതുകൊണ്ട് തന്നെ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇതിന്റെ ക്യാമറ യൂസ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിന്റെ വീഡിയോയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസേഷൻ ഒക്കെ ഈ വീഡിയോയിൽ ലഭിക്കുന്നുണ്ട്. പിന്നീട് ഇതിന്റെ ക്യാമറ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും ഈ ഒരു ക്യാമറയിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. ഇതുകൂടാതെ ഇതിന്റെ ബാറ്ററി സെക്ഷനിലേക്കൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു ചാർജ് തന്നെ ഈ ഒരു ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്. 4820 mAh ഉള്ളെങ്കിലും നല്ലൊരു 6000 mAh ആ ഒരു ഒപ്റ്റിമൈസേഷൻ ഒക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. 120 Hz അത്ര ഡ്രെയിൻ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. നല്ല ഒരു ബാറ്ററി തന്നെ ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ ചാർജ് ചെയ്തതാണ്. അപ്പം ഇന്നലെ ചാർജ് ചെയ്തിട്ട് ഇന്നിപ്പം ഒരു ഈവനിങ് ആയിട്ടും എനിക്കൊരു 70% ബാറ്ററി ഉണ്ട്. അപ്പം വലിയ യൂസ് ഒന്നും ഇല്ല. അത്യാവശ്യം യൂസിലൊക്കെ ഒരു 70% ഇന്നലെ രാത്രി ചാർജ് ചെയ്യണം. അപ്പം 70% നിൽക്കുന്നുണ്ട്. പിന്നീട് എനിക്കിനകത്ത് ഫീൽ ചെയ്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ബൾക്കി ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. 214 grams ആണ് ഈ ഒരു ഡിവൈസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. കാരണം ഇത്രയും സ്ക്രീനും ബാറ്ററി ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ബൾക്കി ആയിട്ട് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നീട് ഇതിന്റെ ഓഡിയോ കോഴ്സ് ഒക്കെ നോക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ഡോൾബി എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല ഒരു സൗണ്ട് ക്വാളിറ്റിയും അതായത് നല്ല ലൗഡ്നെസ് ഒക്കെ തന്നെ ഇതിന്റെ സ്പീക്കറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഇതിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ റാം മാനേജ്മെന്റ് ഓക്കെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത്ര ഒരു വലിയൊരു റാം മാനേജ്മെന്റ് ഒന്നുമല്ല. കാരണം എംബിയുടെ റാം മാനേജ്മെന്റ് അറിയാമല്ലോ, അത്ര കുഴപ്പമില്ലാത്ത റാം മാനേജ്മെന്റ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഇതൊരു ടിപ്പിക്കൽ MIUI ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലോട്ട്വെയർസ് ഒക്കെ ഇതിനകത്ത് ഒരുപാട് ലഭിക്കുന്നുണ്ട്. കാരണം അതായത് നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. അപ്പം അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ മതി. എന്നാലും ആ ഒരു പ്രീ ഇൻസ്റ്റാൾഡ് ആയി വരുന്നവർക്ക് ചില ഒരു ഡിസ്കസിങ് ആയിട്ട് തോന്നും. അപ്പം ഇതൊരു ടിപ്പിക്കൽ MIUI ഒരു ഡിവൈസിനാണ്, MIUIയുടെ ഒരു സോഫ്റ്റ്വെയറിനാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതിനകത്ത് നമുക്ക് 5G സപ്പോർട്ടിലായിട്ടുള്ള ഒരു ഡിവൈസാണ് Mi 10i. ഇതിന്റെ പേരിൽ തന്നെയാണ് Mi 10i 5G എന്നാണ് ഈ ഒരു ഫോണിന്റെ പേര്. അതുകൊണ്ട് തന്നെ 5G സപ്പോർട്ടറായിട്ടുള്ള ഒരു ഡിവൈസാണ്. ഇന്ത്യയിലൊന്നും 5G വന്നിട്ടില്ല എങ്കിലും ഇത് വരുമ്പോൾ നമുക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഈ Mi 10i എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു Mi 10iയുടെ സ്പെസിഫിക്കേഷൻസ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൊടുന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.